നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു വലിയ അതിഥി, ഒരു ഗസ്റ്റ്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചാനലിലൊക്കെ വ്യത്യസ്ത വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ശ്രീ ശരത് ഗുരുസ്വാമിയാണ്. സംസ്കൃത പണ്ഡിതനാണ്. MA സംസ്കൃത് ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇടപെട്ടിട്ടുള്ള, ഹിന്ദുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു അതിഥിയെ ആണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരത്ജി, ചാനലിലേക്ക് സ്വാഗതം. ശ്രീ ശരത്ജി, നമ്മൾക്കറിയാം തൃശ്ശൂരിൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു. അതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. വിശിഷ്ട വ്യക്തികളായിട്ട് ജാമിദ ടീച്ചറും, രാമസിംഹൻ ജി, വിജി തമ്പി സാർ, വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇങ്ങനെ ഒട്ടേറെ പ്രമുഖ അതിഥികൾ വന്നെത്തുന്ന വലിയ ഒരു സംഭവം. എന്താണ് ആ സംഭവം? എങ്ങനെയാണ് അത് വിശദീകരിക്കുക? നമ്മള് ഒരു അയ്യപ്പ വിശ്വാസിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോ ഞാന് നമ്മുടെ നാട്ടില് വർഷങ്ങളായിട്ട് ഒരു 2000 തൊട്ടിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു വിളക്ക് നമ്മള് കുറെ കാലങ്ങളായിട്ട്, ഒരു 10 വർഷത്തോളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കണം. ദേശവിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അതായത് വാഴപ്പിണ്ടി കൊണ്ട് നമ്മൾ അമ്പലമൊക്കെ തീർത്തിട്ട് അയ്യപ്പന്റെ 5 അമ്പലം വെച്ചിട്ടൊക്കെയാണ് ആ പരിപാടി നടത്തുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വർഷത്തിൽ നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചു. അങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുള്ള സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അത് പുനഃസ്ഥാപിച്ചു 2022. ഇപ്പൊ 2022 ആലോചിച്ചു, 2023 പുനഃസ്ഥാപിച്ചു. അപ്പൊ 2023 പുനഃസ്ഥാപിച്ചിട്ട് ആ പുനഃസ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ ദേശവിളക്ക് സമ്പ്രദായത്തില് ഒരു വാവർ എന്നുള്ള ഒരു കൺസെപ്റ്റ്, വാവർ പള്ളി പണിതിട്ട് അങ്ങനെ ഒരു വെട്ടും തട എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ഒഴിവാക്കാനായിട്ട്, അതായത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു 5000 വർഷത്തോളം പഴക്കം നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ചരിത്രത്തിന് അതിലേറെ പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ എന്താ പറയാ, പുതിയ രീതിയിലുള്ള ആചാരങ്ങള്, പാശ്ചാത്യ ദേശ സംസ്കാരങ്ങൾ അനുസരിച്ചുള്ള ഈ ആചാരങ്ങളും എങ്ങനെയാണ് കൂടിച്ചേരുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത, ഒരു 1600 അല്ലെങ്കിൽ 2000 വർഷം പഴക്കമുള്ള അന്യ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സംസ്കാരത്തിലേക്ക് എങ്ങനെയാണ് ഇതില് അയ്യപ്പനുമായിട്ട് ബന്ധം വരുന്നത് എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട്, അതറിയാവുന്നതുകൊണ്ടും വിളക്ക് ഗുരുസ്വാമിമാരോടൊക്കെ നമ്മൾ ഇത് ചോദിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് നമുക്ക് അതിന് പകരമായിട്ട് ഒരു ഗണപതിയിലേക്ക് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഈ ദേശവിളക്കിന് ഒരു സംഘടന തലത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ജ്യോതി പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഇങ്ങനെയുള്ള സാംസ്കാരിക കലകളെ, ഇങ്ങനെയുള്ള കലകളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ സംഘടന തലത്തിൽ ഇതിനെ ഒരു വിയോജിപ്പുണ്ട്. ഇത് എടുത്തു മാറ്റണതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം ഈ സംഭവം ഇല്ലാത്തതാണെന്ന്. അപ്പൊ ആ ഇല്ലാത്തൊരു സംഭവത്തിനെ നമ്മൾ പിന്നെയും കൊണ്ടു നടക്കുന്നത്, നമ്മൾ അറിവില്ലാത്തവര് അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തല്ലേ വേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംസാരം ആദ്യത്തെ വർഷത്തിലുണ്ടായി. അപ്പൊ അത് ആൾക്ക് അങ്ങനെ ഒരു സംഘടനാ തലത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ വർഷത്തിലെ വിളക്ക് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ആലോചനകൾ വന്നപ്പോൾ ഈ ഒരു കാര്യം വീണ്ടും പറഞ്ഞു. നമുക്ക് ആരെങ്കിലും അങ്ങനെ കിട്ടാനുള്ള ആൾക്കാർ, അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ അന്വേഷിച്ചിട്ട് നടത്താന്ന് പറഞ്ഞപ്പോ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ അമ്പലങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണോ എന്നുള്ളത് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇതിനൊരു ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വിളക്കിൽ വന്നിട്ടുള്ള ആ വിളക്കിന്റെ ഗുരുസ്വാമി ഇവിടെ ചരിത്രത്തില് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിലെ ഒരുപാട് അയ്യപ്പന്റേതായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ചടങ്ങിലൊന്നും കാണാത്ത രീതിയിൽ ഒരു ബാങ്ക് വിളി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ വിളക്ക് ആചാരവുമായി ബന്ധപ്പെട്ട് കൂട്ടി കലർത്തി ചെയ്തു. അപ്പൊ അത് ക്ഷേത്ര ബാങ്ക് വിളി ക്ഷേത്രത്തിന്റെ മൈതാനത്തിൽ, അതായത് നമ്മുടെ ഈ ഒരു പ്രത്യേക പ്രവിശ്യ, അതായത് ഇടക്കളത്തൂർ, പുത്തൂർ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് പല സ്ഥലത്തും ഉണ്ട് അങ്ങനെ ഒരു വായ്മൊഴിയായിട്ട് നമുക്കൊരു വ്യക്തമായിട്ട് തെളിവൊന്നും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന സ്ഥലങ്ങളിൽ അന്യ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിലതൊന്നും, ചില സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ അന്തി ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്ര പ്രവിശ്യയാണ് നമ്മുടെ ഒരു ടെമ്പിൾ സിറ്റി എന്ന് തന്നെ പറയാം. അത്രയധികം അമ്പലങ്ങളുടെ ഒരു കൂട്ടായ്മയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനോട് എനിക്ക് പരിപൂർണമായിട്ട് വിയോജിപ്പുണ്ടായി. മാത്രമല്ല, നമ്മളൊരു സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ നടത്തുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി വരുമ്പോൾ.
അപ്പൊ അത് വിയോജിപ്പുണ്ടായപ്പോ അത് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരോട് ഞാൻ അറിയിച്ചു. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ വിളക്ക് ബ്രോഷറിൽ വരെ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻ ഒരു ഹോട്ടലിന്റെ പരസ്യം വെക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു വിയോജിപ്പില്ല. പക്ഷെ അതില് നമ്മൾ ഈ വൃശ്ചിക മാസത്തില് മണ്ഡലകാലത്ത് 41 ദിവസത്തെ ഒരു ചടങ്ങില് നമ്മള് ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ബീഫ് ഒലത്തിയത്, അതുപോലെ ചെമ്മീൻ ഒലത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുമ്പോ അത് ഒരു അത്രയും വലിയ മുനിമാര് വരെ അവരുടെ മനസ്സ് വ്യതിചലിക്കാൻ കാരണമായിട്ടുള്ളത് ഇപ്പൊ മേനക രമ്പ തിലോത്തമന്മാരൊക്കെ നർത്തനം ചെയ്തിട്ട് ആ മനസ്സിനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മളൊക്കെ മനുഷ്യാവസ്ഥയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു 95% ഹിന്ദുക്കളും നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതൊന്നും അല്ല എന്ന് പറയില്ല. പക്ഷെ ഈ വ്രതകാലഘട്ടത്തിലെങ്കിലും അതിനെ ഒരു മാറ്റി നിർത്താനും അതിന്റെ നമ്മൾ ഒരു ഭക്ഷണ സംസ്കാരം ഒന്നും തെറ്റാന്ന് പറയുന്നില്ല. നമുക്ക് പഞ്ച നഖാഹ ഭുക്താഹ എന്നൊക്കെ പ്രമാണമുണ്ട്. അതായത് 5 നഖങ്ങളുള്ള ജീവികളെ ഒഴിച്ച് മറ്റുള്ളത് ഭക്ഷിക്കാം എന്നുള്ളതാണല്ലോ അതിന്റെ ധ്വനി. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ 5 ജീവികൾ ഒഴിച്ച് ബാക്കി ചില ക്ഷാമകാലത്തൊക്കെ നമ്മുടെ വിശ്വാമിത്ര മഹർഷി എന്നുള്ള ആ മഹർഷി വരെ പട്ടിയുടെ മാംസം വരെ ഭക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ജീവനെ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ജീവിയുടെ ഏറ്റവും പരമമായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രോഗ്രാം നടക്കുന്നത് എവിടെയാണ്? ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അന്ന് നടക്കുന്ന ചടങ്ങുകൾ? പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ, നമ്മുടെ എൻ ഗോപാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നല്ലോ, അന്തരിച്ച എൻ ഗോപാലകൃഷ്ണൻ സാർ. ആ സാറ് സ്ഥാപിച്ച ഒരു സ്ഥാപനം മഴുവഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുണ്ട്. അതായത് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ, അതുപോലെ തന്നെ തൃശ്ശൂര് ആളുകൾക്ക് അറിയാം, ഇതറിയാം, നാഷണൽ ഹെറിറ്റേജ് അറിയാം, മഴുവഞ്ചേരി അറിയാം. അവിടെ എവിടെ വെച്ചിട്ടാണ്? മഴുവഞ്ചേരിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 3/4 കിലോമീറ്റർ തെക്ക് മാറിയിട്ട് തിരുവാണിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ മൈതാനത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹിന്ദു നന്മയ്ക്ക്, ഹിന്ദുവിന്റെ മൂല്യച്യുതികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ആചാരങ്ങളിലുള്ള വ്യതിചലനങ്ങൾ, അതായത് ഒരു പരമ്പരാഗതമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ ഇടക്കാലത്ത് വന്ന ഗുരുസ്വാമിമാരുടെ ചില എന്താ പറയാ ഇൻവേഷൻസുകൾ, മറ്റുള്ള സംസ്കാരത്തിന്റെ ഇൻവേഷൻസുകളൊക്കെ ഉണ്ടായിട്ടുള്ള സമയത്ത് ഇങ്ങനെയുള്ള ആചാരങ്ങളിലൊക്കെ ചില വ്യതിചലനങ്ങൾ വന്നിട്ടുണ്ട്. അത് വാപുരന്റെ ആ ക്ഷേത്രം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇന്ന് നിലനിൽന്നപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളിലെ ഒരു പോരായ്മകളെ നികത്തുക എന്നുള്ളതും, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒക്കെ ഒരു മൂല്യം ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പഞ്ചരത്ന കീർത്തന സദസ്സും, അതുപോലെ തന്നെ ഒരു വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം, ഒരു വിഭവങ്ങൾ 5 വിഭവങ്ങളും ഒരു പായസം കൂട്ടി കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഒരു 10-2000 ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പന്തൽ ഒരുക്കണം, അതുപോലെ അതിന്റെ വിശിഷ്ടാതിഥികൾക്ക് വന്നു പോകാനുള്ള ഒരു ചെലവെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്. ബൈജു ചേട്ടന് അറിയാമായിരിക്കും, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാനാണെങ്കിൽ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഫീ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതല്ല. എന്തെങ്കിലും അറിഞ്ഞു തരുന്നത് രാജാക്കന്മാരുടെ രീതിയിൽ തരും. പക്ഷെ നമ്മൾ അത് നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് മാത്രം എടുത്ത് അന്നദാനങ്ങളായിട്ട് സ്കൂളുകളിലേക്കുള്ള കുട്ടികൾക്കുള്ള അന്നദാനങ്ങൾ കൊടുക്കാറുണ്ട്. വലിയതായിട്ടുള്ള പ്രായമുള്ള ആൾക്കാരനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പശു സംരക്ഷണം ഉണ്ട്. അവർക്കുള്ള ഒരു വീട് പോലും ഒരു നല്ല രീതിയിൽ പണിയാൻ, അതായത് നമ്മുടെ വീടൊക്കെ ചെറിയ സാധാരണ ഒരു വീടാണ്. അപ്പൊ അവർക്കുള്ള ഒരു വീട് പോലും പണിയാൻ, അതായത് ഒരു തൊഴുത്ത് നല്ല രീതിയിൽ പണിയാൻ പോലും എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ചടങ്ങിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അനന്തര തലമുറയ്ക്ക് ഒരുപാട് ദോഷം സൃഷ്ടിക്കും. അതായത് ഇതൊക്കെ മതസൗഹാർദ്ദം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഒരിക്കലും ഒരു പള്ളിയിൽ പോയിട്ട് അവരുടെ ആ പൂജ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു പൂജ നടത്തണം എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ആരും അനുവദിക്കാനും പോണില്ല. അതുപോലെ തന്നെ ഏത് മതവിഭാഗത്തിലായാലും. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ വിട്ടിട്ടുള്ള വ്യതിചലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും, അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന നാളെ ഒരു കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെയുള്ള സംഭവമാണ്. എന്നോട് തന്നെ ഒരു ആള്, എന്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരു ഇസ്ലാമിക വിശ്വാസി പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പന് ഈ പുലീനെ നിയന്ത്രിക്കാനുള്ള ഒരു ഇത് കൊടുത്തത് അവരുടെ വേദത്തിൽ നിന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ഈ 5000 വർഷം പഴക്കമുള്ള ഒരു സമ്പ്രദായം നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ചരിത്രത്തിനുണ്ട്. അപ്പൊ ഈ 1600 അല്ലെങ്കിൽ 2000 വർഷമുള്ള പഴക്കത്തിലുള്ള ഒരു മതവിഭാഗവുമായിട്ട് എങ്ങനെയാണ് ഇവര് ഈ ഇന്ത്യയിൽ വന്നിട്ട് സംയോജിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അയ്യപ്പന് ഈ വിദ്യ അവർ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ എനിക്കൊരു ഡൗട്ടായിട്ട് വന്നു.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ നമ്മൾ ആത്മീയ ആചാര്യന്മാര് നമ്മളെ പോലെ ഞാൻ അറിവ് ഉണ്ട്, പക്ഷെ എന്റെ അറിവ് പരിമിതി ഉണ്ട്. അപ്പൊ അതുപോലെ അറിവിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ വന്നിട്ട് ഇതിനൊരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ സംസ്കാരത്തിന്റെ മേന്മ, ഇപ്പൊ ആയുർവേദം അതുപോലെ ജ്യോതിശാസ്ത്രം ഇതൊക്കെ നമുക്കറിയാം, എല്ലാ മതവിഭാഗങ്ങൾക്കും തുറന്നു കൊടുത്തിരിക്കുന്ന സംഭവമാണ്. ഒരാൾക്കും ഒരു പരിമിതികൾ വെച്ചിട്ടില്ല, ഒരു മതത്തോടും നമുക്ക് വിയോജിപ്പുകളില്ല. പക്ഷെ നമ്മുടെ സംസ്കാരത്തിനെ നശിപ്പിക്കാനായിട്ട്, അത്രയും ഭാരത പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്, ഇതിനെ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ എല്ലാവരിൽ നിന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ള രീതിയിൽ എല്ലാ രീതിയിലും നമ്മളെ, ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ നമ്മൾ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. ഒരാൾ സഹായിക്കാനുണ്ടാവില്ല, ആർക്ക് വേണ്ടിയിട്ടാണോ പറഞ്ഞത് അവര് തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഇത്രയും കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത് നമ്മുടെ അനന്തര തലമുറയ്ക്ക് നമ്മളായിട്ട് വെക്കുന്ന ഒരു പാരില്ല എന്ന് ചോദിച്ചപ്പോ സഹകരണം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് സാമ്പത്തിക സഹായമാണല്ലോ എല്ലാറ്റിനും വേണ്ടത്. ഒരു 5 ലക്ഷം രൂപയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അത് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവിശ്വാസികളായിട്ടുള്ളവരിൽ നിന്നും സംഭാവന നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പരിപാടി നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആവരുത്, നമ്മുടെയൊക്കെ സഹകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധങ്ങളുള്ള ഒരു 500-100 ആയിട്ട് നമ്മൾ പിരിച്ചെടുത്തിട്ടായാലും നമ്മൾ ഇതിനുള്ള ഫണ്ട് എത്തിക്കാന്ന് വരെ പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ല. അതാണ് എന്റെ ഒരു വലിയ വിഷമം. കാരണം വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അത് തന്നെ ഇന്ന് വേറൊരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യം വിളക്ക് നടത്തുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, അത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നിൽക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തം ലോകത്തിന്റെ ഒരു വിളക്കായിട്ട് ഈ ഒരു വിളക്ക്, ദേശവിളക്ക് എന്നുള്ള ഒരു വിളക്ക് നമ്മൾ മൊത്തം ലോക നന്മയ്ക്കായിട്ട് ഒരു വിളക്കായിട്ട് നടത്തണം എന്നാണ് എന്റെ മാനസികമായിട്ടുള്ള ഒരു ആവശ്യം. അപ്പൊ അതിന് നിങ്ങളെല്ലാവരും ഒരു തുണയുണ്ടാവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സംസ്കാരത്തിന് ഈ ക്ഷേത്രത്തിന്റെ നടക്കുന്ന ക്ഷേത്രത്തിന്റെ പേരും എത്ര സമയം മുതലാണ് തുടങ്ങണെന്നുള്ള ഒന്നുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയും. 23-ാം തീയതി ഞായറാഴ്ച, അതായത് നവംബർ മാസം 23-ാം തീയതി ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചയുടെ പിറ്റത്തെ ഞായറാഴ്ച രാവിലെ 8 മണി തൊട്ടിട്ടാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യണേ. ബഡ്ജറ്റുകളൊക്കെ വളരെ ടൈറ്റ് ആണ്. അപ്പൊ ഒരു ചുരുങ്ങിയ പക്ഷം നമ്മൾ ഈ വിളക്കിന്റെ പുനരുദ്ധാരണം കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ലക്ഷം രൂപ ഉണ്ടായാലും ഒന്നും ആവില്ല. നമ്മൾ ഒറ്റയ്ക്ക് നടത്തണം. ഓരോ കാര്യങ്ങൾക്ക് പങ്കെടുക്കുമ്പോഴും അവരുടെ ഒരു നിത്യവേതനം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇത് കൊടുക്കാൻ, ഒരു കൂലി എന്നുള്ള പൈസയെങ്കിലും നമുക്ക് കൊടുക്കാനും സാധിക്കണം. ഈ വന്ന് സഹായിക്കാനായിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വരെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു അന്നദാനത്തിന് വിളമ്പാൻ നിൽക്കാൻ പോലും നമുക്ക് ഒറ്റയ്ക്കേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും പരിപൂർണ്ണമായിട്ട് സഹകരണം. ഇത്രയും വലിയ വ്യക്തികൾ നമ്മൾ അത്രയും പ്രയത്നം എടുത്തിട്ട് എല്ലാവരുടെയും ഡേറ്റ് സംയോജിപ്പിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ വ്യക്തികൾ വരുമ്പോൾ അവരുടെ ഒരു സമയത്തിന്റെ ഒരു മൂല്യം നമ്മൾ എല്ലാവരും കൂടി സംയോജിച്ച് പരിപൂർണമായിട്ടും പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്നായാലും നിങ്ങൾ വന്ന് കുടുംബത്തോടെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം, അതായത് ഒരാൾക്ക് എനിക്ക് 100 രൂപ കൊടുക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു 1000 രൂപ 10,000 രൂപ തരുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ പോലെ തന്നെ ഓരോ വിലപ്പെട്ട സംഭാവന, അതായത് 1 രൂപയാണെങ്കിലും അത് മൂല്യമുള്ള സംഭാവനയാണ്. തരുന്ന മനസ്സിനാണ് പ്രധാനം. അതല്ലാതെ നമ്മൾ എന്ത് പ്രവർത്തിക്കാണോ ഇറങ്ങി തിരിച്ചിട്ടുള്ള അതിന് നമ്മൾ തന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. ഒരു കൈ സഹായം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും നല്ല മനസ്സോട് കൂടിയിട്ട് ഹിന്ദു സംസ്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. അഥവാ എന്തെങ്കിലും തരത്തിൽ ഇതിലൊരു മിച്ചത്തുക വരികയാണെങ്കിൽ ഒരു കമ്പനി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫോം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. അതിനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുറവായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഇതില്ല. പിന്നെ കുടുംബത്തിലെ ഒരാൾ മാറി നിന്നാൽ അവിടെ പകരത്തിന് നിൽക്കാൻ വേറൊരാളില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പോരായ്കയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു ഇലക്ഷന്റെ താല്പര്യത്തിലോ എനിക്കൊരു സ്ഥാനാർത്ഥിയാവാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നും വിചാരിച്ചിട്ടല്ല ഇത് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അയ്യപ്പന്റെ ഒരു കാര്യമായതുകൊണ്ട് മാത്രം. അതായത് നമ്മള് 18 വർഷത്തെ ഒരു വർഷം പോലും ഇടതടവില്ലാണ്ട് നമ്മൾക്ക് ഒരു വർഷത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് 30 ശനിയാഴ്ച, അതായത് വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അയ്യപ്പനെ വൈകുന്നേരം രാത്രി ഹരിവരാസനം പാടുന്നതിന് മുൻപായിട്ട് നട അടയ്ക്കുക. അത് എല്ലാവരും പോണ പോലെ പമ്പ വരെ വണ്ടിയിൽ പോയിട്ടല്ല, നടന്നിട്ട് ഗുരുവായൂരിന്ന് വരെ നടന്നിട്ട് ഞാൻ മലയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എരുമേലിയിൽ നിന്ന് എല്ലാ വർഷത്തിലും നടന്നിട്ടാണ് പോകാറുള്ളത്. 52 കിലോമീറ്റർ മല കയറി ഇറങ്ങി നമ്മൾ അയ്യപ്പസ്വാമിനെ കണ്ട് 18-ാം വർഷത്തിൽ എന്താ പറയാ ഒരു 18-ാം വട്ട തെങ്ങ് വെക്കുക എന്നുള്ള ഒരു ആചാരമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ആചാരങ്ങൾ വരെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിനും അതുപോലെ തന്നെ ആ സംസ്കാരത്തിന്റെ ഒരു നിലനിൽപ്പിനും വേണ്ടിയിട്ട് എല്ലാവരോടും കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. നിങ്ങളാ കഴിയുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും, അവർക്ക് ഈ വീഡിയോ പരമാവധി പേരിലേക്ക് എത്തിക്കാനെങ്കിലും സഹായിക്കും. അതായത് ഒരാൾ അറിയാതെ പോയാൽ അതും നമ്മുടെ ഒരു കുറവാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുക.
മാന്യപ്രേക്ഷകരെ, നമ്മൾക്ക് പലർക്കും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പ്രോഗ്രാമാണ് സത്യത്തിൽ ഇത്. പക്ഷേ നമ്മൾക്കത് ചെയ്യാൻ സമയമില്ല, അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ മുന്നിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായുള്ള സഹായമായാലും മറ്റൊട്ടേറെയുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ ആദ്യ കമന്റിൽ ഇദ്ദേഹത്തിന് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിച്ചെടുക്കാനുള്ള, നമുക്ക് വിശിഷ്ട അതിഥികളായിട്ട് വരുന്നത് ജാമിദ ടീച്ചറും അതുപോലെ വിജി തമ്പി സാർ, അതുപോലെ നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തിയും രാമസിംഹൻജി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രമുഖരാണ് വരുന്നത്. അത്തരത്തിലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് തന്നെ അതിന്റെ ബുദ്ധിമുട്ട്, അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഒന്നിപ്പിച്ചൊരു ദിവസം എത്തിക്കുക എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് തന്നെ അറിയാത്ത ആളുകൾക്ക് അറിയാൻ കൂടിയാണ് ഇത് പറയുന്നത്. അത്തരത്തിൽ 23-ാം തീയതി ഈ പറയുന്ന അദ്ദേഹം ആദ്യം പറഞ്ഞ ക്ഷേത്രത്തിൽ വെച്ച് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന എന്ത് സംഭാവനകളുണ്ടോ അത് ഈ വീഡിയോയുടെ ആദ്യ കമന്റ് നോക്കി അതിൽ അയച്ചു കൊടുക്കാനുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കഴിഞ്ഞാൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും, മാത്രമല്ല എത്തിപ്പെടാനാവുന്ന നാടിന്റെ നാനാ ദിക്കിലുള്ള ആളുകൾ അന്നേ ദിവസം അവിടെ എത്തിപ്പെട്ടുകൊണ്ട് ഈ മഹാസംരംഭത്തിൽ, ഈ മഹാസംഭവത്തിൽ പങ്കാളികളാവണം എന്നുള്ളത് കൂടി വലിയൊരു അപേക്ഷയോടുകൂടി തന്നെ ഇവിടെ വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരത്ജി ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു മഹാദൗത്യം, ആ ദൗത്യം എല്ലാവിധ ആശംസകളോടെയും അതല്ലെങ്കിൽ എല്ലാവിധ വിജയത്തോടെയും അവസാനിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സെഷൻ പറഞ്ഞോളൂ. പഴയ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതായത് ഹിന്ദുധർമ്മത്തിന് അത് സാറില്ല, അദ്ദേഹത്തിന്റെ ഇപ്പോൾ ശരത്ജിയെ ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം സ്ക്രീനിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കിയെടുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നത്. ആ ടെക്സ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാൻ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക, അല്ലാതെ കോൾ ചെയ്ത് 24 മണിക്കൂറും അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ആശംസകളോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ആ സന്ദേശങ്ങൾ അയക്കുമ്പോൾ അദ്ദേഹം അത് കണ്ടതിന് ശേഷം സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരും. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് അദ്ദേഹത്തെ പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതൽ? ഇല്ല, അതായത് സാങ്ഷൻ ഒക്കെ എടുക്കണം, എല്ലാറ്റിനും ഓടാൻ ഞാനുള്ള ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 9400515021 ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പരിപാടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ആദ്യ കമന്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് വായിച്ചിട്ട് അതുപോലെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.